മാങ്ങാ സീസണൊക്കെ ആയില്ലേ, നമുക്ക് നല്ലൊരു അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കിയെടുത്താൽ അത് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു മാങ്ങാക്കറിയാണ് കേട്ടോ. അത് ഇരിക്കും തോറും ഒരു കറി നല്ല കുറുകി സെറ്റായി വരും. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇതുപോലെ 2 മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഇങ്ങനെ കറി വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു കറി ഇരിക്കും തോറും നല്ല സെറ്റാവാൻ ചെയ്യും. ഏകദേശം ഒരു 2-3 ദിവസമൊക്കെ ഇപ്പോൾ ഒരാഴ്ച ഇരുന്നാലും ഒരു കറി ഒന്നും കേടാകത്തും കൂടി ഇല്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നല്ല കുറുക്കി നല്ല അടിപൊളി കറിയാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മാങ്ങ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ഒന്ന് പൂളി ചെത്തിയെടുക്കാം കേട്ടോ. ചെത്തിയെടുത്തതിന് ശേഷം ഒന്ന് നല്ല രീതിയിലൊന്ന് കനം കുറച്ച് ഇതുപോലെ ഒന്ന് കുനുവിനകത്ത് അതുപോലെ ഒന്ന് നീളത്തിൽ പൂളി അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് നല്ല ലുക്കും ആയിരിക്കും. നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ഒരു ഇതായിരിക്കും, നല്ല ഭംഗിയാണ്, കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അരിഞ്ഞെടുത്ത് വെച്ചോട്ടോ. ഞാനിപ്പോൾ ഒരു 1.5 സവാള ഇതുപോലെ ഒന്ന് തീരെ നമ്മൾ കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഞൊലച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ സവാളകൾ ഇതുപോലെ ഒന്ന് വിടിച്ച് എടുക്കുക ഉള്ള രീതിയിൽ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ചട്ടിയിലേക്ക് ഉണ്ടല്ലോ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ അങ്ങ് എടുത്ത് ഒഴിക്കാവേ. പിന്നെ നമ്മൾ ആ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ സവാള ഉണ്ടല്ലോ, അത് നമ്മുടെ ആ ചട്ടിയിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊട്ടാട്ടോ. ഇനി ഈ ഒരു ഇഞ്ചിയാണ് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുനുകുന അതും അരിഞ്ഞിട്ട് കൊടുക്കാവേ. പിന്നെ ഇതുപോലെ പച്ചമുളക് 1-2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കനം കുറച്ച് അതും അരിഞ്ഞിട്ട് കൊടുക്കണേ. പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ. നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കിയൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചില ആളുകൾ ഇങ്ങനെ അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ എണ്ണയിലിട്ടിട്ട് വഴറ്റി കൊടുക്കാണ്ട് ശരിക്കും ഈ ഇത്രയും കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഞൊലച്ചിട്ടിട്ട് ഇങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മളുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു സവാള ഒരുപാട് ഉടഞ്ഞ് പോകാതിരിക്കുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇനി ഉണ്ടല്ലോ നമുക്കൊന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് 1 സ്പൂണുള്ള മല്ലിപ്പൊടിയും ഒരു സ്പൂണുള്ള മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നും കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഒന്ന് മല്ലിക്കുത്തൊക്കെ മാറാത്ത രീതിയിലൊന്ന് വറുത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ മാങ്ങയുണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ ഒന്ന് അതിനകത്ത് കൊട്ടാം കേട്ടോ. ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് കൊട്ടി ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഒരുപാട് നമ്മളിപ്പോൾ ഒരു മാങ്ങയൊക്കെ വാങ്ങുമ്പം ചെനച്ച് പോയേക്കുന്ന മാങ്ങയൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് കളയണ്ട. ഈ ഒരു രീതിയിൽ നിങ്ങളെടുത്ത് ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ കറിക്ക്. അപ്പോൾ ചെനച്ച് പോയ മാങ്ങയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ എൻ്റെ ഇത് കളയാണ്ട് ഇതുപോലെ ഒന്ന് മാങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മാങ്ങാക്കറി ഉണ്ടാക്കി നോക്കിക്കോട്ടോ. ഇനിയിപ്പോൾ അതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടെടുത്തല്ലോ, അതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ തേങ്ങ ഒന്ന് പാല് പിഴിഞ്ഞെടുക്കുക. അതിൽ നമ്മൾ ഫസ്റ്റ് നല്ല കട്ടിയുള്ള പാലുണ്ടല്ലോ അത് മാറ്റി വയ്ക്കണേ. പിന്നെ സെക്കൻഡ് പാലാണ് കേട്ടോ നമ്മൾ അതിലേക്ക് എടുത്ത് ഒഴിക്കുക കേട്ടോ. ഫസ്റ്റിൽ തന്നെ സെക്കൻഡ് പാൽ നമുക്ക് ഇതുപോലെ എടുത്ത് ഒഴിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കേട്ടോ, 5 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. മാങ്ങ ആയതുകൊണ്ട് അറിയാമല്ലോ ഒരുപാട് നേരം അങ്ങോട്ട് ഇട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഉടഞ്ഞു പോവും. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം കഴിയുമ്പം നമുക്ക് ഈ ഒരു മൂടി തുറന്നങ്ങ് നോക്കാം കേട്ടോ. ഇത് നമ്മുടെ മാങ്ങയൊക്കെ ഏകദേശം ഒന്ന് ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ചിട്ട് ഉടച്ച് കളയരുത് കേട്ടോ. നമുക്ക് ചോറിലൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ മാങ്ങയുടെ ഒരു കഷ്ണങ്ങളൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാവുന്ന രീതിയിൽ ഇതുപോലെ കിട്ടണം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ തീ ഒന്ന് സിമ്മിലേക്ക് ഇട്ടെടുത്തതിന് ശേഷം ഫസ്റ്റത്തെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആവുമ്പോൾ ഇതുപോലെ ഒന്ന് എടുത്ത് ഒഴിക്കണേ. തീ അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ, കാരണം ചട്ടിയിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിലുണ്ടല്ലോ ശരിക്കും അങ്ങോട്ട് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് തിളപ്പിക്കാണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് ചെറിയൊരു തിള വരുമ്പോൾ തന്നെ അങ്ങോട്ട് തീ ഓഫ് ചെയ്തോ. നമുക്കിനി താളിച്ചും എടുത്ത് ഒഴിക്കാനായിട്ടുണ്ടല്ലോ കുറച്ച് കടുകും അതുപോലെ കറിവേപ്പിലും കുറച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകും കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതുപോലെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കറി ഒന്നും കൂടെ ഒന്ന് കുറുകി ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ. നല്ല കൊഴുത്ത നല്ല ചാറായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ഏകദേശം ഒരു 3-4 ദിവസമൊക്കെ ഈ ഒരു കറി ഇരുന്നാലും കേട് വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പം രാത്രിയൊക്കെ ആവുന്ന ടൈമിലൊന്ന് ചൂടാക്കി വെച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഈ ഒരു കറി ബാലൻസ് ചെയ്താലും കേട് വരത്തില്ല കേട്ടോ. അപ്പം മാങ്ങയൊക്കെ വീട്ടിലിരിപ്പണിയിൽ ഉണ്ടാക്കി നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബൈ.